ഹലോ ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് ആയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നാണ്. പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. വിളിച്ചിരിക്കുന്ന പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഓഫീസ് അസിസ്റ്റന്റ് പ്യൂണിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് പെർമനന്റ് ജോലിയാണെന്ന് ഓർത്തിരിക്കുക. ബാങ്ക് ജോലിയാണ്. ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്. നല്ലൊരു ജോലിയാണ്. ഓഫീസ് അസിസ്റ്റന്റ് ആണ് വിളിച്ചിരിക്കുന്നത്. ഇനി ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് നോക്കുകയാണെങ്കിൽ 3/5/2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ്. ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് നോക്കുകയാണെങ്കിൽ 23/5/2025 ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് ഓർത്തിരിക്കുക. ഇനി കേരളത്തിൽ എത്ര വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ വിളിച്ചിരിക്കുന്നത് 19 വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്ന വേക്കൻസി. അതിൽ എസ് സിക്ക് ഒരു വേക്കൻസി, എസ് ടിക്ക് വേക്കൻസി അല്ല, ഒ ബി സിക്ക് 5 വേക്കൻസി, ഇ ഡബ്ല്യുസിന് ഒരു വേക്കൻസി, ജനറൽ കാൻഡിഡേറ്റിന് 12 വേക്കൻസി എന്നിവ 19 വേക്കൻസിയാണ് ഇപ്പോൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നോക്കുകയാണെങ്കിൽ 24 ടോട്ടൽ വേക്കൻസിയാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളവർക്കാണെങ്കിൽ 10ാം ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് മലയാളം അറിഞ്ഞിരിക്കണമെന്ന് ഇവർ പറയുന്നുണ്ട്. ഇനി ഇവിടുത്തെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ ഓഫീസ് അസിസ്റ്റന്റ് പ്യൂൺ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ ഏജ് ലിമിറ്റും ക്വാളിഫിക്കേഷൻ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 1/5/2025 ബേസ് ചെയ്തിട്ടാണെന്ന് ഓർത്തിരിക്കുക. അത് ഇനി ഓഫീസ് അസിസ്റ്റന്റ് പ്യൂൺ ആണ്. സാലറി നോക്കുകയാണെങ്കിൽ 19,500 മുതൽ നിങ്ങൾക്ക് 37,815 വരെ ആണ് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി. ഇനി നിങ്ങളുടെ ഓരോ നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്യുന്ന പോസ്റ്റിന്റെ സെന്ററിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളുടെ സാലറി കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. പറഞ്ഞു ഏജ് ലിമിറ്റ് പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ളത് അപ്ലൈ ചെയ്യാം. 1/5/1999 1/5/2007 ഇടയിൽ ജനിച്ചവർക്കാണെങ്കിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി മറ്റുള്ള ഏജ് റിലാക്സേഷൻ ഉള്ള കാറ്റഗറി എന്ന് പറഞ്ഞാൽ SC STക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും ഒ ബി സിക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷനും PWD കാൻഡിഡേറ്റിന് 10 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. അതോടൊപ്പം നമ്മുടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞ് 10ാം ക്ലാസ് പാസ്സായവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം നിങ്ങളുടെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് രണ്ടും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇവിടെ നോക്കുക, നിങ്ങളിപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ ഫൈനൽ റിസൾട്ട് ഒക്കെ നോക്കിയിരിക്കുന്നവരാണെങ്കിൽ അവരുടെ റിസൾട്ട് 1/5/2025 മുന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനുശേഷം 1/5/2025 ശേഷം 2/5 ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. 1/5 മുന്നേ ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. റിസൾട്ട് വന്നിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഇനി ആപ്ലിക്കേഷൻ ഫീസ് നോക്കുകയാണെങ്കിൽ 600 രൂപയാണ് ജനറൽ EWS OBC കാൻഡിഡേറ്റ് എന്ന് പറയുന്നത്. 100 രൂപയാണ് വരുന്നത്. SC ST PWD എക്സ് സർവീസ്മാൻ അതുപോലെ DI SX അതുപോലെ തന്നെ വുമൻ കാൻഡിഡേറ്റിനൊക്കെ 100 രൂപയാണെന്ന് ഓർത്തിരിക്കുക ഫീ പേയ്മെൻറ്റ്. അതോടൊപ്പം തന്നെ SC ST OBC PWD കാൻഡിഡേറ്റ് നിങ്ങൾക്ക് പ്രീ എക്സാമിനേഷൻ ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഓൺലൈൻ മോഡ് നിങ്ങൾ പൈസ ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ അവരുടെ നോട്ട്സ് ഒക്കെ തരുമായിരിക്കും. അതോടൊപ്പം നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുന്നവർക്ക് പ്രൊവിഷൻ പീരീഡ് 6 മാസമാണെന്ന് ഓർത്തിരിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആദ്യം ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിനുശേഷം ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലാംഗ്വേജ് പ്രൊഫഷൻസ് ടെസ്റ്റ്, ഇപ്പോൾ മലയാളമാണ് നമ്മൾ കേരളത്തിൽ യൂസ് ചെയ്യുന്നത്. മലയാളത്തിന് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും ഒരു ടെസ്റ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. ജസ്റ്റ് പിന്നെ ഇനി ഓൺലൈൻ ടെസ്റ്റിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോളജ് ഓഫ് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിനുശേഷം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് വരുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലായിരിക്കും. ബാക്കി ജനറൽ അവയർനെസ്, അതുപോലെ മാത്സ്, അതുപോലെ സൈക്കോമെട്രിക് ടെസ്റ്റ്, ഇത് മൂന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷിലോ സെലക്ട് ചെയ്യാം, നിങ്ങൾക്ക് ഹിന്ദി സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജസ് ആയിട്ടുള്ള മലയാളവും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണെന്ന് ഓർത്തിരിക്കാം. ഇംഗ്ലീഷ് മാത്രം ഇംഗ്ലീഷ്, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് മലയാളത്തിൽ നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ്. ടെസ്റ്റ് മീഡിയം ഓഫ് എക്സാമിനേഷൻ കേരളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ചൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പെനാൽറ്റി ഉണ്ട്. പെനാൽറ്റി മാർക്ക് എന്ന് പറയുന്നത് 0.25 ആണ് നിങ്ങൾക്ക് ഓരോ തെറ്റുത്തരത്തിന് ഡിഡക്ട് ചെയ്യുന്നത് ഓർത്തിരിക്കുക. ഇനി എക്സാം സെൻറ്റർ വരുവാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ എക്സാം സെൻറ്റർ ഉണ്ട്. കൊച്ചിയിലുണ്ട് എക്സാം സെൻറ്റർ, അതുപോലെ കോഴിക്കോടുണ്ട് എക്സാം സെൻറ്റർ, അതുപോലെ തന്നെ തിരുവനന്തപുരത്തുണ്ട് എക്സാം സെൻറ്റർ. 3 എക്സാം സെൻറ്ററാണ് കേരളത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഓർത്തിരിക്കുക. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കി www.bankofbaroda.in അതിലെടുക്കുക. അതിനുശേഷം കരിയർ എന്ന് പറയുന്ന പേജ് എടുക്കുക. അവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ലിങ്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻസ് ഇതെല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതോടൊപ്പം തന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് വീഡിയോ ഞാൻ ചെയ്യാവുന്നതാണ്. സോ അപ്പം ബാങ്ക് ഓഫ് ബറോഡ ഓഫീസ് അസിസ്റ്റന്റ് പ്യൂണിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് 23/5/2025. അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. മറക്കാതെ തന്നെ റെഗുലർ ജോബാണെന്ന് ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.